പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളൊക്കെ നമുക്കൊക്കെ പ്രതീക്ഷയുള്ളവരാണ്. ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ഒക്കെ. എനിക്ക് 4 പെൺകുട്ടികളാണുള്ളത്. ഞാൻ കുറേ കാലമായി അറിയുന്ന ഒരാളുണ്ട്. അദ്ദേഹം കുറച്ച് വർഷങ്ങളായി നല്ല ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് യാത്രകളൊക്കെ നടത്തുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അയാളുടെ ഡ്രസ്സിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ അയാൾ ശ്രമിക്കാറുണ്ട്. ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ ബ്രാൻഡഡ് സംഭവങ്ങളായിരിക്കും. പക്ഷേ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ജോലിയൊന്നും കാണാറുമില്ല. പക്ഷെ അദ്ദേഹം ആളുകളെ സഹായിക്കാറുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ജോലിക്കൊക്കെ ശ്രമിക്കാനും ജോലി ചെയ്യാറൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് എങ്ങനെയാണ് ഇതെല്ലാം ഇങ്ങനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് 3 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ എനിക്ക് മാസത്തിൽ അവരെ പഠിപ്പിച്ച് അവർക്ക് ജോലിയുണ്ട്. മാസത്തിൽ എനിക്ക് 20,000 രൂപ വെച്ച് 3 കുട്ടികളും അയച്ചു തരും. എനിക്ക് 60,000 രൂപ മാസം അങ്ങനെ കിട്ടാറുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല സാലറി ആണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ആ പൈസ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ മക്കളുടെ ആവശ്യങ്ങൾക്ക് തന്നെ തിരിച്ച് ചെലവഴിക്കാറുണ്ട്. പേരക്കുട്ടികൾക്കൊക്കെ വരുമ്പോൾ മിഠായി മേടിച്ചു കൊടുക്കാനും അതല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിനൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ എനിക്ക് കഴിയാറുണ്ടെന്നൊക്കെ വളരെ അഭിമാനത്തോടെ പറയുകയുണ്ടായി. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ആൺകുട്ടികളെ പഠിപ്പിച്ച് 1 രൂപയുടെ വരുമാനം കിട്ടാത്ത, മരുന്ന് വാങ്ങാൻ സഹായം കിട്ടാത്ത പിതാക്കന്മാരുള്ള നാട്ടിലാണ് 3 പെൺകുട്ടികൾ കൃത്യമായി അവരുടെ ശമ്പളത്തിൽ നിന്നൊരു വിഹിതം പിതാവിന് കൊടുക്കുന്ന ആ പിതാവ് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ സന്തോഷം നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചതാണ്. എല്ലാ കുട്ടികളും നമ്മുടെ മുതൽക്കൂട്ടലുകളെ തന്നെയാണ്. അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു.